വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറെ സന്തോഷപൂർവ്വം എൻ്റെ മുഖത്തേക്ക് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏറെ സന്തോഷമാണ് കാരണം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് കേട്ടിരുന്നു, വെറും ഒരു 6ാം ക്ലാസ് മാത്രം പഠിച്ച് 3 ലക്ഷം എബോവ് സാലറി വാങ്ങുന്ന ഒരു താത്ത നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സ്വന്തം മലപ്പുറത്ത് മേലാറ്റൂർ. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ആദ്യം തോന്നി ഇത് ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ IAS വരെ സാലറി എത്ര 1.5 ലക്ഷം രൂപയുടെ മുകളിലുള്ളൂ. അത് തന്നെ ഉണ്ടോയെന്ന് സംശയം. പക്ഷേ ഇത്രയും മാത്രം വിദ്യാഭ്യാസം കുറവായിട്ടും ഒരു താത്ത ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സത്യം എന്ന് അറിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നമ്മുടെ ലിനീസ് ബ്രോ നമ്മളോട് ഇതിൻ്റെ കോൺടാക്ട് കാര്യങ്ങൾ തന്നു. അപ്പോൾ ഞാൻ അവരുടെ എക്സ്പീരിയൻസും ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 1% ഒരു പോസിറ്റീവ് എനർജി വന്നിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആയിഷ മേഡത്തിന് ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ഇപ്പോൾ താത്തേനെ ആയിഷ താത്ത എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ താത്തേനെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ചാനലിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. താത്തേൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ആയിഷ, പേര് ആയിഷ എന്നാണ്, മേലാറ്റൂരാണ് വീട്. എൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സാറ് ചോദിച്ചതിൻ്റെ മറുപടി ആയിട്ട് 3 ലക്ഷത്തിൻ്റെ മുകളിൽ ഞാൻ വരുമാനം വാങ്ങുന്നുണ്ട്. എനിക്ക് ഈ ഒരു അവസരം മിനി എന്ന ഒരു ലേഡിയിലൂടെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ഈ അവസരത്തിൽ നല്ല ഫുൾ ടൈമായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കഥകൾ ആദ്യമായിട്ട് ഞാൻ സാറോട് പറയട്ടെ. ഞാൻ 5 വർഷം മുന്നേ ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിൻ്റെ മുന്നേ ഞാൻ കൊപ്പര വെട്ട്, അതുപോലെ തന്നെ ഹോട്ടൽ കച്ചവടം, അതുപോലെ തന്നെ പാത്രം ചെയ്യുക. എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരോടും എത്രയും കൂലിപ്പണി കാര്യങ്ങളൊക്കെ എടുത്ത് വന്നൊരു വ്യക്തിയാണ്. ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ്, 1ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് ഹസ്ബൻഡിനുള്ളത്. പക്ഷേ കൂലിപ്പണി എല്ലാവർക്കും അറിയുന്നതല്ലേ, അത് ഒരു 5 ദിവസം പണിയെടുത്താൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ പണി ഉണ്ടാവില്ല. അപ്പോൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തന്നെയാണ്. എനിക്ക് 4 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. ആദ്യം തന്നെ 16ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയത്. 12ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ 16ാമത്തെ വയസ്സിൽ കുട്ടികളായി ബാധ്യതകളും കടപ്പാടുകളും ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രയാസങ്ങൾ തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡിൻ്റെ കൂടെ ഹോട്ടൽ പണി കാര്യങ്ങളൊക്കെ നടത്തി വന്നത്. അതിനുശേഷം അതും മെച്ചപ്പെടാതെ ഇരുന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൂലിപ്പണിക്ക് ഇറങ്ങി. അതിലാണ് കരിങ്കല്ലേറ്റലും കൊപ്പര വെട്ടലും അതുപോലെ തന്നെ ഡബ്ബറേറ്റലും, അങ്ങനെ എല്ലാ പണിയും എന്താണെന്ന് പറയുക, അത്രത്തോളം കഷ്ടപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൽ ഒരു രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പണ്ടില് മുന്നിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സാധാരണ ജോലിയും താത്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടു? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് എങ്ങനെയാണ്? അതിനെപ്പറ്റി പറയാം. അത് ഞാൻ ഇങ്ങനെ പഞ്ചായത്തിൽ, എടപ്പറ്റ പഞ്ചായത്തിൽ ആയി. പിന്നെ ലാസ്റ്റ് കുടുംബശ്രീയിലൊരു CDA ചെയർപേഴ്സണായിട്ട് ആവാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അത് നമ്മളെ വാർഡിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയ ആ ഒരു അവസരം. അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ മിനിനെ പരിചയപ്പെടുന്നത്. മിനി അവിടെ വന്നു, എനിക്ക് പരിചയപ്പെട്ട് തന്നു. അപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതൊരു മണി ചെയിൻ ചങ്ങലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവാക്കിയിട്ട് മിനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ബസ് സ്റ്റാൻഡിൽ വന്ന് കാത്തു നിന്ന് എന്നെ 11:30 ഇറങ്ങിയിട്ട് 5:30 മണിക്കാണ് ഞാൻ ഇറങ്ങി പഞ്ചായത്തിൽ നിന്ന് വരുന്നത്. അപ്പോഴും അവിടെ കാത്ത് എനിക്ക് ഇരിക്കുന്ന ഒരു വ്യക്തി. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഭയങ്കര എന്തോ ഞാൻ ചിന്തിച്ചുകൊണ്ട്, ഈ ഒരു വ്യക്തി എന്നെ ഇത്ര സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എനിക്കൊരു അവസരം, എന്തൊക്കെ എനിക്കുണ്ട് എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ്. 5 വർഷം കഴിഞ്ഞു. അപ്പോൾ മിനി കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ചു തന്നപ്പോൾ മിനിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം കിട്ടുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായത്. പക്ഷെ പ്രൊഡക്റ്റൊക്കെ വാങ്ങി ഞാൻ മിനിനെ പറഞ്ഞയച്ച് എൻ്റെ മോള് അന്ന് മെഡിക്കൽ സ്റ്റോറിലൊക്കെ നിൽക്കുകയാണ്. അവൾ വരുമ്പോൾ അത് എന്നെ നോക്കാനോ അല്ലെങ്കിൽ അവൾ നോക്കാനോ ഒന്നും അവൾ സമ്മതിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അവൾക്ക് ഈ മണി ചെയിനും തട്ടിപ്പും എനിക്കുണ്ടത്. പക്ഷെ മിനിക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി മാത്രം ഞാൻ ചെയ്തതാണ്. എന്നോട് എൻ്റെ മോൾ അതൊന്നും യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് കരുതി ഞാനത് യൂസ് ചെയ്തു. ഇതാണ് എന്നിലെ തുടക്കത്തിൻ്റെ ആദ്യ സത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അത് യൂസ് ചെയ്ത് നല്ലതാണെന്ന് ഒക്കെ എനിക്ക് മനസ്സിലാകുമ്പോഴാണ് പിന്നീട് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്.
ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം താത്തയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ജീവിതത്തിലെ മാറ്റം എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ പാത്രം കൈകളും ചായ പാറലും കൊപ്പര വെട്ടും ഇതൊക്കെ ഒഴിവാക്കി കുടുംബശ്രീയിൽ പഞ്ചായത്തിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ 3 വർഷം എനിക്ക് പൊതുജനങ്ങൾക്ക് നല്ല ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് 1 ലാഖിന് മുകളിലും 2 ലാഖിന് മുകളിലും എൻ്റെതും മാത്രമല്ല എൻ്റെ കൂടെ വന്നവർക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പൊതുജനങ്ങളിലേക്ക് ആരോഗ്യം സമ്പത്തും കൊടുക്കൽ. അത് മാത്രമല്ല ഞാൻ ഈ ട്രാവൽ ഫണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ടൂറും കാര്യങ്ങളും ഒരു സ്കൂളിൻ്റെ കുട്ടികൾ ടൂറ് പോകാൻ വേണ്ടിങ്ങാണ്ട് ചോദിക്കുമ്പോൾ വെള്ളപ്പൊക്കം വരുമെന്ന് പറയുന്നതാണ് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. അതിന് എൻ്റെ മക്കളെ ഡ്രീംസുകൾ നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ ഏറ്റവും വലിയ സംശയം നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ താത്തക്ക് 3 ലക്ഷം ശമ്പളമൊക്കെ കിട്ടുന്ന നാട്ടുകാർ ചിലപ്പോൾ തള്ളാന്ന് പറയുന്നവരുണ്ടോ അല്ലെ? ഇതിനൊരു വാസ്തവം താത്തയുടെ ജീവിതത്തിൽ ഇതിന് തെളിവുകൾ എന്താണ് ഇതിനുള്ളത്? താത്ത കാർ വാങ്ങി അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ഈ പരിപാടി കൊണ്ട്? താത്ത എനിക്ക് ട്രാവൽ ഫണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 7ാമത്തെ മാസം കാർ അച്ചീവർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാറെടുത്ത വ്യക്തിയാണ് ഞാൻ. 14ാമത്തെ മാസത്തിൽ ഞാൻ കാറെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 2000-ൽ കയറ്റിയ എൻ്റെ കൊച്ചു വീട് ഇതെനിക്ക് പറയാൻ കഴിയാത്ത ഒരിതാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഒരു കൊച്ചു വീടിനുള്ളിൽ ഞാൻ ഒതുങ്ങി എൻ്റെ മക്കളെയും കൊണ്ട് ഞാനൊരു കറണ്ടും വെളിച്ചൊന്നുമില്ലാതെ മെഴുകുതിരി കൊണ്ട് എൻ്റെ മക്കളെ പഠിപ്പിച്ച കാലുണ്ട്. ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇന്ന് എനിക്ക് എൻ്റെ വീട് നല്ലൊരു മനോഹരമായൊരു വീടുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. യെസ് യെസ് ഓക്കെ. 2000-ൽ കയറ്റിയ വീട് അതൊരു ചെറിയ കൊച്ചു വീടായിരുന്നു. എത്ര പറഞ്ഞാലും കഴിയില്ല. ഈ വീട് ഇന്നിപ്പോൾ സാറ് കാണുന്നില്ല എൻ്റെ വീട്. ഈ ഒരു മനോഹരമായ വീട് എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടിയതാണ്. നമുക്കിതിന്റെ ശമ്പളം എന്ന് പറയുന്നത് നമുക്ക് മാസത്തിലാണോ അതോ വർഷത്തിലാണോ എങ്ങനെ ഏത് മേഖലയിൽ നമുക്ക് ഇതിന്റെ ശമ്പളം കാര്യങ്ങളൊക്കെ? അത് എനിക്ക് മാസത്തിലാണ് കുട്ടിയെ, മാസത്തിലാണ് ഇത് കിട്ടുന്നത്. ഞാൻ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാൻ കഴിയുന്നുണ്ട്. അന്ന് ഞാൻ ഈ തുടക്കം കുറിക്കുമ്പോൾ എനിക്കതൊന്നും പറയാൻ കഴിയൂല. 6ാം ക്ലാസ്സാണ് കേട്ടോ, വിദ്യാഭ്യാസം 6ാം ക്ലാസ്സാണ്. ഇപ്പം 50 വയസ്സായി. 47ാമത്തെ വയസ്സിലാണ് എനിക്ക് ഈ ഒരു ബിസിനസ് കിട്ടുന്നത്. അന്ന് എനിക്കിതെന്താ ഏതാ ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് എന്നെ ഇത് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ ആളുകളിലൂടെ ഞാനിത് പഠിച്ചു. ഇന്ന് എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാൻ എനിക്ക് കഴിയും. എന്നെ അന്വേഷിച്ച് വരാൻ പറയും. എന്നെ അന്വേഷിച്ച് വന്നാൽ ഓരോ മാസവും കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അവർക്കെടുത്ത് കാണിച്ചു കൊടുക്കും. 1 കൊല്ലത്തെ 2 കൊല്ലത്തെ 5 വർഷത്തെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആദ്യം എനിക്ക് കിട്ടിയത് 122 രൂപയാണെങ്കിൽ ടോപ്പ് ഇപ്പം ഞാൻ 3 ലക്ഷത്തിന് മുകളിലാണ് വരുമാനം വാങ്ങുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജീവിക്കുന്ന ഉദാഹരണമാണ് ഇവിടെ കിടക്കുന്ന കാറും നമ്മുടെ വീടും ഇവരുടെ സൗകര്യങ്ങളെല്ലാം. യെസ്, എൻ്റെ കാറ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് കാറ് കാണാം. അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ. ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് തട്ടിപ്പാണോ എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിലും മനുഷ്യന്മാർക്ക് മൊത്തം ഉണ്ടല്ലോ. പക്ഷെ താത്ത എങ്ങനെ ഇനി വരാനുള്ള ആളുകളോട് താത്തയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഈ ഒരു ബിസിനസ് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി ഇത് മണി ചെയിൻ അല്ല, തട്ടിപ്പല്ല, ചെങ്ങലല്ല. ഇത് നമ്മളെ ഈ ഒരു കട മാറ്റിക്കൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് 60% പരസ്യക്കാർക്ക് കൊടുക്കുന്നത് നമുക്ക് നമ്മളെ പോയിന്റിനനുസരിച്ച് കിട്ടുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് എൻ്റെ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും ഇതാക്കേണ്ടത്. അങ്ങനെ ഇന്ന് കഷ്ടപ്പെട്ട് ഗൾഫ് ജീവിതം മാറ്റിങ്ങാണ്ടും അതുപോലെ തന്നെ അവിടേക്ക് പോകാൻ പറ്റാത്തവരും അതുപോലെ തന്നെ കുറേ ഉസ്താദുമാരും കുറേ ആളുകൾ കുറേ മേഖലകൾ ഇന്ന് ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ആയിഷ താത്താനെ കണ്ടോളേം. ആയിഷ താത്താക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6ാം ക്ലാസ് വിദ്യാഭ്യാസക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ എനിക്ക് പറയാനുള്ളത് ഇത് നല്ലൊരു അവസരമാണ് എന്നുള്ളതാണ്. എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇതിനെന്തെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടോ? നമ്മളെന്തെങ്കിലും സാധാരണ ഈ ലോകത്തുള്ള എല്ലാ ബിസിനസ്സിലും നമ്മളെന്തെങ്കിലും ഒരു മുടക്കുമുതൽ ഇടണമല്ലോ.
അപ്പൊ നമ്മുടെ ഈ ബിസിനസ്സിൽ എന്തെങ്കിലും പൈസ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് വരാൻ പോകുന്നു? യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആയിഷ താത്ത ഇതിലേക്ക് വരൂല, സാധാരണക്കാരിയല്ലേ. യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ഒരു രൂപ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത്. ഒരു മുതൽ മുടക്കില്ല. ഒരു മുതൽ മുടക്കുണ്ടെങ്കിൽ ആയിഷ താത്ത അന്ന് വരും ചെയ്യൂല. ആയിഷ താത്താൻ്റെ ജീവിതത്തിന് തന്നെ മുട്ടിയ ഒരു അവസ്ഥയായി. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പൊ സാധാരണ നമ്മളൊക്കെ കണ്ടു വരുന്നത് ഒരു 10 വർഷം മുന്നൊക്കെ സാധാരണ നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകൾ കുറച്ചു പേര് വിദ്യാഭ്യാസ മേഖലയിലേക്കും ഇതുപോലുള്ള ബിസിനസ് സംരംഭങ്ങളിലേക്കും വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ താത്ത ആദ്യം വന്ന ടൈമിലൊക്കെ ഈ നിങ്ങളുടെ പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവാദങ്ങളോ പ്രശ്നങ്ങളോ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു? ആളുകളൊക്കെ ചോദിക്കില്ല, നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടവരല്ലേ അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ആദ്യം വന്നിട്ടുണ്ടായിരിക്കില്ലേ? ഒരു വിമർശനം നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ലായിരുന്നു പണ്ട്? തീർച്ചയായിട്ടും അത് എനിക്ക് എൻ്റെ മനസ്സിൽ കിട്ടാത്തൊരു വാക്കാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ട്. പല ഇതിൽ നിന്നും അങ്ങനെ ഞാനൊരു പിന്നെ പരിപാടിയിലേക്ക് മണി ചെയിനിലേക്ക് ഇറങ്ങിക്കണു. ആകെ ഇരിക്കണ ഒരു കൂരയുള്ളൂ, അത് പോകാൻ വേണ്ടിങ്ങാണ്ടില്ലതാണ്. പിന്നെ ഞങ്ങളെ ഈ ഒരു മുസ്ലിം സമുദായത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികം പേരും പുറത്തിറങ്ങാത്തവരാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ, എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് കുറേ കുത്തുവാക്കുകളും പ്രയാസങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതറിയപ്പെടുന്ന ഞങ്ങളെ മതത്തിലെ പറ്റി അറിയുന്ന ഓരോരുത്തരോടും ഞാനിത് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറഞ്ഞു തന്നു, ഇത് യാതൊരു തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ ഞാൻ എന്താണ് ചിന്തിച്ചത്, പലരും പലതും പറയും. എനിക്ക് സാറോടും ഈ വോയിസ് കേൾക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, പല തെറ്റിദ്ധാരണകളും നമ്മളെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുവരും. പക്ഷെ നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നല്ലത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിലേക്ക് ആവർത്തിച്ച് വരണം, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വരണം. നമ്മളെ മനസ്സ് അതിലേക്ക് ആദ്യം ഒന്ന് വരുത്താൻ നമ്മളൊന്ന് ഇത് ചെയ്യാനുണ്ട്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പലരും നെഗറ്റീവും കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ ആ നെഗറ്റീവിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ചാടും. അപ്പോൾ എൻ്റെ കുട്ടിയെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും ഈ നെഗറ്റീവ് മാറ്റിക്കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് നല്ലതാണോ എന്ന് മനസ്സിലാക്കണം. നല്ലതാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു ഇതില്ലാത്തതാണെന്ന് മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്കിത് തുടങ്ങാനുള്ളൊരു മനസ്സ് വരുള്ളൂ. നമ്മുടെ ആയിഷ, നമ്മുടെ ഇനി വരാനുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? എന്താ പറയാന്ന് വെച്ചാൽ, ഇനിയില്ല ഇതുപോലുള്ള ഒരു ബിസിനസ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിങ്ങാണ്ട് നിങ്ങൾ തയ്യാറാവണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് തയ്യാറായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ മുറുകെ പിടിക്കണം. പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ മറ്റുള്ളവരിലേക്കും ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. എൻ്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുന്ന എനിക്ക് ഈ 6ാം ക്ലാസ് വിദ്യാഭ്യാസക്കാർക്ക് 3 ലക്ഷം രൂപ വരുമാനം വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റീജ് എന്ന ഈ ഒരു മഹാസംഭവത്തിലൂടെയാണ് എനിക്കതിന് സാധിച്ചിട്ടുള്ളത്. പക്ഷേ വെസ്റ്റീജിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരറിവ് തരണമെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വെസ്റ്റീജ് ആരാണോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് വെച്ചെങ്കിൽ അവരെ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ 3 ലക്ഷം വരുമാനം, 3 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് വരുമാനം വാങ്ങാനും എൻ്റെ മക്കളുടെ ഡ്രീംസ് നേടിക്കൊടുക്കാനും ഇതിലൂടെയാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. അപ്പോൾ ഓരോ വോയിസ് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഓരോ വ്യക്തികളിലൂടെയും നിങ്ങൾക്ക് ഇത് കിട്ടും. അത് നിങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ട് ഇവിടേക്ക് നിങ്ങൾ എത്തിപ്പെടണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ ലീഡേഴ്സ്, വിഷു വെൽ, ജയ് വെസ്റ്റീജ്. ലീഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എൻ്റെ കുട്ടിയെ എനിക്ക് പറയാനുള്ളത് എന്തെന്നറിയോ, വെസ്റ്റീജിൽ വന്ന് 14ാമത്തെ മാസത്തിലാണ് എനിക്ക് ഈ കാറ് കിട്ടിയിട്ടുള്ളത്. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാറിന് എനിക്ക് വലിയതാണ്. എന്നാൽ ഇനിയുള്ള സ്വപ്നം, 5 വർഷം ഞാൻ വെസ്റ്റീജിൽ വന്നിട്ടായിട്ടുണ്ട്. ഇനി എൻ്റെ ഡ്രീംസ് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു വലിയ 2 നിലയിലൊരു വീടും അതിനുള്ളിലൊരു ബെൻസ് കാറും. ബെൻസോ? അയ്യോ, ഇത് റെക്കോർഡ് കേട്ടോ. 6ാം ക്ലാസ്സുകാർക്ക് വെസ്റ്റീജ് എന്ന മഹാസംഭവത്തിലൂടെ നേടാൻ കഴിയുന്നില്ലത് എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് തരുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് കാണാം 2023. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.